നമസ്കാരം. ശബരിമല യുവതീ പ്രവേശന വിധിയും തുടർന്നുണ്ടായ കോലാഹലങ്ങളുടെയും പേരിൽ മാർത്തോമ സഭയ്ക്ക് പുനർവിചിന്തനം ഉണ്ടായിരിക്കുകയാണ്. മാരാമൺ കൺവെൻഷന്റെ രാത്രികാല യോഗങ്ങളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കില്ല എന്ന പരാതിക്ക് അന്ത്യമായി. രാത്രിയോഗം സായാഹ്ന യോഗമാക്കി മാറ്റിയാണ് ഇതിനു പരിഹാരം കണ്ടിരിക്കുന്നത്. നേരത്തെ രാത്രിയോഗം വൈകിട്ട് 6-ന് ആരംഭിച്ച് രാത്രി 8:30-ക്കാണ് സമാപിച്ചിരുന്നത്. ഇതിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. രാത്രി യോഗങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം വിശ്വാസികൾ കോടതിയെ സമീപിച്ചിരുന്നു. യുവതീ പ്രവേശത്തെ അനുകൂലിക്കുന്നവർ കഴിഞ്ഞ വർഷം നടത്തിയ പ്രകടനത്തിന് നേരെ വിശ്വാസികൾ കയ്യേറ്റം നടത്തുകയും ചെയ്തു. അടുത്ത മാസം 10-ന് മാരാമൺ കൺവെൻഷൻ ആരംഭിക്കാനിരിക്കെ വീണ്ടും പ്രശ്നം വഷളാകാതിരിക്കാനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. മാത്രവുമല്ല, മലങ്കര മാർത്തോമ സുവിശേഷ സേവികാ സംഘത്തിന് 100 വയസ്സ് തികയുന്ന വേളയിൽ മാരാമൺ മണപ്പുറത്ത് 100,000 സ്ത്രീകളുടെ സംഗമവും സംഘടിപ്പിച്ചിരിക്കുന്നു. സ്ത്രീകൾക്കു വേണ്ടി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്ന സഭ എന്തുകൊണ്ട് രാത്രി യോഗത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ല എന്നാണ് വിമർശനം ഉയർന്നിരുന്നത്. പണ്ടുകാലങ്ങളിൽ രാത്രി യോഗങ്ങളിൽ സ്ത്രീകളെ വിലക്കാൻ കാരണമായിരുന്നത് അവരുടെ സുരക്ഷിതത്വം നോക്കിയായിരുന്നു. യാത്രാ സൗകര്യങ്ങളും വാഹന ഗതാഗതവും കുറവായിരുന്ന കാലത്ത് തുടങ്ങിവെച്ച ഈ പതിവ് ലംഘിക്കാൻ പിന്നീട് സഭ തയ്യാറായില്ല. മാത്രവുമല്ല, അത് ആചാരവുമായി ലോകം പുരോഗതി കൈവരിച്ച സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് രാത്രികാല യോഗത്തിൽ പ്രവേശനം നൽകണം എന്നായിരുന്നു ആവശ്യം. ഇതിന് നേതൃത്വം നൽകിയവർ കോടതിയെയും സമീപിക്കുകയായിരുന്നു. ഇതിന്റെ പേരിലാണ് കഴിഞ്ഞ വർഷം സഭാമക്കൾ തെരുവിൽ ഏറ്റുമുട്ടിയത്. സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രോപൊലീത്ത ഞായറാഴ്ച പള്ളികളിൽ വായിക്കാൻ അയച്ച സർക്കുലറിലാണ് സമയമാറ്റം അറിയിച്ചിരിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ സാമുദായിക മേഖലകളിലെ അസ്വസ്ഥതകളുടെ പശ്ചാത്തലത്തിൽ കൺവെൻഷൻ ആഴ്ചയിലെ പ്രോഗ്രാം എപ്പിസ്കോപ്പൽ സിനഡിലെ അംഗങ്ങളുടെ ആലോചനയോടുകൂടി പുനഃക്രമീകരണം ചെയ്തിരിക്കുന്നതായി മെത്രോപൊലീത്ത സർക്കുലറിൽ അറിയിച്ചിരിക്കുന്നു. എല്ലാ ദിവസവും രാവിലത്തെ പൊതുയോഗം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി അവസാനിക്കും. ഉച്ച കഴിഞ്ഞുള്ള പൊതുയോഗം 2-ന് ആരംഭിച്ച് 3:30-ന് അവസാനിപ്പിക്കും. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പന്തലിൽ നടന്നു വന്നിരുന്ന യുവവേദി യോഗങ്ങളും തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലെ കുടുംബവേദി യോഗങ്ങളും വൈകുന്നേരം 4 മുതൽ 5 വരെ കോഴഞ്ചേരി മാർത്തോമ പള്ളിയിലേക്ക് മാറ്റിയിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. സായാഹ്ന യോഗങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നവർ പന്തലിനുള്ളിൽ പ്രവേശിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ചെറിയ കൂട്ടങ്ങളായി മണൽപ്പുറത്ത് കൂടിയിരിക്കാൻ അനുവദിക്കുന്നതല്ലെന്നും സർക്കുലറിൽ പറയുന്നുണ്ട്. മലങ്കര മാർത്തോമ സുവിശേഷ സേവികാ സംഘത്തിന്റെ 1 വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷങ്ങൾക്കു സമാപനം കുറിച്ച് മാരാമൺ കൺവെൻഷൻ തുടങ്ങുന്നതിന്റെ തലേന്ന് 9-ന് മണൽപ്പുറത്ത് 100,000 സ്ത്രീകൾ പങ്കെടുക്കുന്ന ലോക മാർത്തോമ വനിതാ സംഗമം നടക്കും എന്നാണ് റിപ്പോർട്ടുകൾ. മാരാമൺ കൺവെൻഷന്റെ പ്രാരംഭ യോഗത്തിന് തലേ ദിവസമാണ് മഹാസംഗമം ഒരുക്കുന്നത്. രാവിലെ 10-ന് ആരംഭിക്കുന്ന മാർത്തോമ സഭാ പരമാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രോപൊലീത്തയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ലോകസഭാ കൗൺസിൽ മോഡറേറ്റർ ഡോക്ടർ ആഗ്നസ് റെജീന മ്യൂറൽ ഓബം, ലോക പ്രശസ്ത സുവിശേഷ പ്രസംഗകനായിരുന്ന ഡോക്ടർ സ്റ്റാൻലി ജോൺസിന്റെ ചെറുമകളും അമേരിക്കയിലെ സെന്റർ ഫോർ മെന്റൽ ഹെൽത്ത് ആക്ടിംഗ് ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോക്ടർ ആൻ മാത്യൂസ് യൂനസ് എന്നിവർ സംഗമത്തിൽ വിശിഷ്ട അതിഥികളായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കെനിയക്കാരിയായ ഡോക്ടർ ആഗ്നസ് ലോക്സഭാ കൗൺസിലിന്റെ അധ്യക്ഷ പദത്തിലെത്തുന്ന ആദ്യ വനിതയും ആഫ്രിക്കക്കാരിയുമാണ്. സേവികാ സംഘം പ്രസിഡന്റ് ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പോ സംഗമത്തിൽ അധ്യക്ഷനായിരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മാരാമൺ കൺവെൻഷൻ രാത്രി യോഗങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഏകദേശം 6:30 വരെയാണ് ഇനി രാത്രി യോഗങ്ങൾ ഉണ്ടാവുക. ഈ രാത്രി യോഗങ്ങളിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.